ലാൽസലാം മോഹൻലാലിൻ്റെ രാവണപ്രഭു ഇതാ ഞായറാഴ്ച തീ ആയിട്ട് തന്നെ ആളിപ്പടരാൻ പോവുകയാണ്. ശനിയും വെള്ളിയും എങ്ങനെ നിന്നോ അതിൻ്റെ മുകളിലേക്കുള്ള ഒരു തീപ്പന്തം പോലെ ആളിപ്പടരാൻ പോവുകയാണ്. ശനിയാഴ്ച മാത്രം സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത് 62 ലക്ഷത്തോളമാണ് ട്രാക്കിങ്ങിലൂടെ. അതായത് സിനിമ 75 ലക്ഷം രൂപയോളമാണ് രണ്ടാം ദിനമായ ശനിയാഴ്ചയും നേടാൻ കഴിഞ്ഞത്. ആദ്യ ദിനം 70 ലക്ഷം രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെങ്കിൽ ഇന്ന് 80 ലക്ഷം രൂപയ്ക്ക് അല്ലെങ്കിൽ 90 ലക്ഷം രൂപ ആ റേഞ്ചിലേക്ക് ഞായറാഴ്ച കടക്കുമെന്നുള്ളതാണ്. ആദ്യ ദിനം 336 ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടതെങ്കിൽ രണ്ടാം ദിനം 370. അപ്പോൾ മൂന്നാം ദിനം 400-ന് മുകളിലുള്ള ഷോകൾ ഉറപ്പിക്കുക തന്നെയാണ്. ഒരു സിനിമ എങ്ങനെ ചെയ്തു വെക്കണം എന്നുള്ളത് കൃത്യമായി പറയുകയാണ്. ഒരു സിനിമ ചെയ്യുകയല്ല, അതെങ്ങനെ റിലീസ് ചെയ്യണം. ഇത് പ്രത്യേകിച്ച് വലിയ ബെനഫിറ്റൊന്നും ഉണ്ടാക്കാനല്ല ഇങ്ങനെ ഒരു റിലീസ് ചെയ്യുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ ഒരു സിനിമയിൽ നിന്ന് വരാൻ പോകുന്നത് ഇനി വരുന്ന സിനിമകളിലേക്ക്, മോഹൻലാൽ സിനിമകളിലേക്ക് വരുന്ന ആ ഒരു തീപ്പന്തം പോലെയുള്ള ജനങ്ങളുടെ തിരക്കിനെയായിരിക്കും നമുക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നത്. അതുതന്നെയാണ് ഈ സിനിമ നൽകുന്ന ആ ഒരു ചിന്തയും ഒപ്പം നൽകുന്ന സന്ദേശവും. അത്ര മികച്ച രീതിയിലാണ് മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ ഫാൻസിനെ അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇങ്ങനെയുള്ള ഒരു സിനിമ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്റർ ഇളക്കി മറിക്കുകയാണ്. കേരളത്തിൽ എവിടെ നോക്കിയാലും അത്രത്തോളം ഗംഭീരമായിട്ടുള്ള ഇളക്കി മറിക്കൽ തന്നെയാണ് തിയേറ്ററിൽ കാണുന്നത്. ആഘോഷ രാവ് ഒരുക്കുകയാണ്. വരുന്ന എല്ലാവരുടെയും മുഖത്ത് ചിരി, സന്തോഷം. 2, 3, 4 മണിക്കൂർ അവർ ആഘോഷിക്കുകയാണ്. ജീവിതത്തിൽ സന്തോഷിക്കാൻ എന്നുള്ള നിമിഷങ്ങൾ അവരുടെ പ്രിയപ്പെട്ട താരങ്ങളിലൂടെ അല്ലെങ്കിൽ താരമായ മോഹൻലാലിലൂടെ നിന്ന് ലഭിക്കുമ്പോൾ അതുതന്നെയാണ് ഏറ്റവും മനോഹര മുഹൂർത്തവും. എന്താണ് ഇതിലെ ഓരോ ഡയലോഗിനും ഓരോ സീനിലും കയ്യടിയും മാർപ്പുവിളികളുമൊക്കെ കാണുമ്പോൾ നമ്മൾ വേറൊരു ലോകത്ത് എത്തിപ്പെടുന്ന ഒരു കാഴ്ച തന്നെ. വെള്ളിയാഴ്ച 336 ഷോകളിൽ നിന്ന് 38,000-ഓളം ടിക്കറ്റുകളാണ് വിറ്റുപോയെങ്കിൽ ശനിയാഴ്ച 370 ഷോകളിൽ നിന്ന് 38,650-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയി എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഞായറാഴ്ച തീയായിട്ട് തന്നെയുള്ള തുടക്കമാണ്. അഡ്വാൻസ് സെയിലിലൂടെ മാത്രമായി 25 ലക്ഷം രൂപ കടന്നു എന്നുള്ള വാർത്തകളാണ് ഇന്നലെ തന്നെ ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു സിനിമ തീയായിട്ട് തന്നെ ആളിപ്പട്ടിരിക്കുകയാണ്. എറണാകുളം കവിതയിൽ നമ്മൾ ഇന്നലെ ലൈവ് ഇട്ടിരുന്നു. കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായും ഒന്ന് നോക്കാം. 1 മണിക്കൂറിനടുത്തുള്ള ലൈവ് ഉണ്ടായിരുന്നു. എങ്ങനെയാണ് അവിടുത്തെ ആർമാദം എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഇത് തൃശ്ശൂർ എടുത്താലും കോട്ടയം എടുത്താലും കോഴിക്കോട് എടുത്താലും ഒക്കെ സെയിം തന്നെയാണ്. അതുതന്നെയാണ് മോഹൻലാൽ ഫാൻസ് പവർ എന്ന് തന്നെ പറയുന്നത്. ആഘോഷ തിമിർപ്പിൽ അവർ അഴിഞ്ഞാടുന്ന കാഴ്ച കാണാൻ തന്നെ എന്തൊരു ആനന്ദമുളവാക്കുന്ന കാഴ്ചയാണെന്ന് പറയാതിരിക്കാൻ വയ്യ. അത്രത്തോളം സന്തോഷകരമായ ഒരു മുഹൂർത്തം. ഏത് താരവും കൊതിച്ചു പോകുന്ന തരത്തിലുള്ള ഒരു ഉന്മേഷദായകമായിട്ടുള്ള ഒരു ആരാധന, അതിൽ തന്നെ ആർമാദിക്കാൻ കഴിയുന്ന ഒരു ദിവസവും അതുതന്നെയാണ് ഈ സിനിമ നൽകുന്നത്. ഒരുപക്ഷെ റിലീസ് ചിത്രങ്ങൾക്ക് ഉള്ളിൽ ഏറ്റവും മികച്ചു നിൽക്കും ഈ ഒരു സിനിമയുടെ അവസാന ലാപ്പ് വരുമ്പോൾ. ഇപ്പോൾ തന്നെ സിനിമ നേടിയിരിക്കുന്നത് 1.5 കോടിക്ക് മുകളിലാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന്. ട്രാക്കിങ്ങിലൂടെ മാത്രം 1,21 ലക്ഷം രൂപയിലെത്തിയ സിനിമ വീണ്ടും വീണ്ടും ആളിപ്പടരാൻ പോകുന്നു. നാളെ കൊണ്ട് സിനിമ 2 കോടിക്ക് മുകളിലേക്ക് എത്തും എന്നും കാണാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം.